കെ ആർ സാജു വിവരങ്ങൾ നൽകും. സാജു, ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്. പക്ഷേ അദ്ദേഹവും ഇനി അങ്ങോട്ട് UDF-നൊപ്പമാണ് PV അൻവർ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ഒഴുക്കൻ മട്ടിൽ അല്ലെങ്കിൽ കരുതലോടെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇനി അത് ഇപ്പോൾ ഒരു പ്രഖ്യാപനം വേണ്ട, UDF അത് ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് ഔദ്യോഗികമായി പ്രതികരിക്കാം എന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടാവുക? സാദിഖ് അലി തങ്ങൾക്ക് ഒരു ഘടകകക്ഷി നേതാവ് എന്ന നിലയ്ക്ക് സ്വന്തം നിലയിൽ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയില്ല. കാരണം അത് UDF-ന്റെ ഒരു കൂട്ടായ തീരുമാനമായി വരേണ്ടതാണ്. അൻവറിന്റെ മുന്നണി പ്രവേശനം എന്ന കാര്യം എന്നതിലും ആർക്കും സംശയമുണ്ടാവില്ല. അല്ലെങ്കിൽ അതൊരു ലീഗിന്റെ അക്കൗണ്ടിൽ നടത്തുന്ന നീക്കമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന രാഷ്ട്രീയം സാദിഖ് അലി തങ്ങൾക്ക് കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് UDF-നെ ശക്തിപ്പെടുത്തും എന്ന ഒറ്റ വാചകത്തിൽ കൃത്യമായ രാഷ്ട്രീയം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് PV അൻവർ വന്ന് കണ്ടതിന് തൊട്ടു പിന്നാലെയുള്ള സാദിഖ് അലി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം UDF-നെ ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. UDF-ലേക്ക് ഒരു പാത അൻവർ വെട്ടിത്തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് വന്ന് കണ്ട് കീഴടക്കി തന്നെയാണ് അൻവർ മടങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ ഘട്ടത്തിൽ വേണ്ട. അതിന് തൊട്ടു മുമ്പ് നടന്ന ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അത് VD സതീശന്റെ പ്രതികരണമാണ്. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം അൻവറിനെതിരെ ശക്തമായ നിലപാട് എടുത്തയാളാണ് VD സതീശൻ. ആ നിലപാടെടുത്ത VD സതീശൻ, അൻവറുമായി യുദ്ധം നടത്തിയ VD സതീശൻ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് നോക്കൂ. തനിക്കെതിരെ അടക്കം PV അൻവർ പറഞ്ഞത് പിണറായി വിജയൻ പറയിപ്പിച്ചത് കൊണ്ടാണ് എന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് അൻവറിനോടുള്ള നിലപാട് ഭയപ്പെടുത്തിയിരിക്കുന്നു സതീശൻ. അതായത് ഘടകകക്ഷികളിലെ ഒരു വിഭാഗത്തിന്റെ, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയൊക്കെ മനസ്സറിഞ്ഞുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് നടത്തിയത്. അൻവറിനെ തള്ളാതെയാണ് UDF കൺവീനർ MM ഹസൻ ആലപ്പുഴയിൽ സംസാരിച്ചത്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അൻവർ UDF-ലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അൻവർ ആകട്ടെ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകുന്ന മറുപടി കൂടി നമ്മൾ ചേർത്ത് വായിക്കൂ. അതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല എന്ന നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട് വരികൾക്കിടയിലൂടെ. ആണെങ്കിൽ പോലും സ്വാഭാവികമായും അൻവർ UDF-ൽ എത്താൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഇനി UDF-ൽ നടക്കേണ്ടത് ഔദ്യോഗികമായ ചർച്ചകളാണ്. അടുത്ത UDF യോഗത്തിൽ അതുണ്ടാകുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും ലീഗ് അടക്കമുള്ള ഏതെങ്കിലും ഘടകകക്ഷികൾ ഉന്നയിക്കും, അത് ചർച്ചയിലേക്ക് വരും. അവിടെ ഒരു സമവായത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനിടയിൽ കോൺഗ്രസിൽ ചില എതിർപ്പുകളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവർ സ്വീകരിച്ച നിലപാടുകളിൽ കൂടുതൽ വ്യക്തത, അതിൽ മാറ്റം വന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നേരത്തെ VT ബൽറാമിനെ പോലെയുള്ളവർ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അതുണ്ട്. പക്ഷേ ഇന്ന് അൻവർ അതിനുമൊക്കെ ഒരു തരത്തിലുള്ള വ്യക്തതയെങ്കിലും വരുത്തുന്നുണ്ട്. സ്വാഭാവികമായും ആ എതിർപ്പുകളെയും കോൺഗ്രസിന് അങ്ങനെ മറികടക്കേണ്ടി വരും. ഘടകകക്ഷികളിൽ എതിർപ്പുയർത്തിയ RSP അടക്കമുള്ളവർ ഇനിയും അതേ നിലപാട് തുടരുന്നുണ്ടോ എന്നാണ് അറിയാനുള്ളത്. അതിനാൽ തന്നെ അടുത്ത UDF യോഗം അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. പക്ഷേ അൻവർ UDF-ലേക്കുള്ള വഴി വെട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മയപ്പെട്ടുള്ള സമീപനം എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ നടത്തിയിരിക്കുന്ന പ്രതികരണം UDF-നെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് ആരും അൻവറിനെ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല, അൻവറിനെ പരസ്യമായി ചേർത്ത് പിടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ചേർത്ത് പിടിക്കൽ അൻവർ അറസ്റ്റിലായപ്പോൾ UDF നടത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ, ചർച്ചകൾ, അതിൻ്റെ ഒരു സമയക്രമത്തിൻ്റെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDF-നുള്ളിൽ ഉയർന്നു വന്നില്ലെങ്കിൽ ഘടകകക്ഷികളെ അടക്കം ഒരുപക്ഷെ ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടപ്പെടുന്നത്. യെസ്, PV അൻവർ UDF-നൊപ്പം തന്നെയാണ് എന്നതിന് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. അത് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന് VD സതീശനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ